വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് തിരുവിതാംകൂർ ചരിത്രം ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവിതാംകൂറിലെ ബാക്കി ഭരണാധികാരികളും കൊച്ചി കോഴിക്കോട് രാജവംശങ്ങളിലെ ഭരണാധികാരികളെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ്. ഇതോടുകൂടി നമ്മുടെ കേരള ഹിസ്റ്ററി കഴിയാണ്. നാളെ തൊട്ട് കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ, അതായത് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് നോക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശ്രീ ചിത്തിര തിരുനാളിന് പ്രായപൂർത്തിയാകാത്തതിനാൽ തിരുവിതാംകൂർ റീജിയന്റായി ഭരണം നടത്തിയത് ആരാണ്? ആരാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? സേതു പാർവതിബായി ആണോ, ലക്ഷ്മിബായി ആണോ, ഗൗരി ലക്ഷ്മിബായി ആണോ, ഗൗരി പാർവതിബായി ആണോ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. റാണി ഗൗരി റാണി സേതു ലക്ഷ്മിബായി. അപ്പൊ ചിത്തിര തിരുനാളിന് പ്രായപൂർത്തിയാകാത്തതിനാൽ തിരുവിതാംകൂർ ലീജൻഡ് ആയിട്ട് ഭരണം നടത്തിയതാരാ? റാണി സേതു ലക്ഷ്മിബായി ആണ്. ഈ മഹാറാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണ കാലഘട്ടം ഏതായിരുന്നു? 1924 മുതൽ 1931 വരെയുള്ള കാലഘട്ടമായിരുന്നു എന്നോർക്കണം. തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കിയ സമയത്ത് ഭരിച്ചിരുന്നത് ആരാണ്? സേതു ലക്ഷ്മിബായി. ഇപ്പൊ വേറൊരു ചോദ്യം ചോദിക്കാം. മക്കത്തായം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് ആരാണ്? സേതു ലക്ഷ്മിബായി തന്നെയാണ്. അതായത് മരുമക്കത്തായത്തിന് പകരം മക്കത്തായം കൊണ്ടുവന്ന ആരാ? സേതു ലക്ഷ്മിബായി ആണ് കേട്ടോ. തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം നിർത്തലാക്കാൻ സഹായിച്ച നമ്പൂതിരി നായർ ആക്ടുകൾ പാസാക്കിയത് ഏത് വർഷമാണ്? ഏതാണ് വർഷം? നമ്പൂതിരി ആക്ട്, നായർ ആക്ട് ഒക്കെ പാസാക്കിയത് 1928 തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ചത് ഏത് ഭരണാധികാരിയാണ്? സേതു ലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് തിരുവിതാംകൂറിലെ റീജന്റ് ഭരണാധികാരി ആരായിരുന്നു? സേതു ലക്ഷ്മിബായി ആയിരുന്നു. മഹാത്മാഗാന്ധി സേതു ലക്ഷ്മിബായിയെ സന്ദർശിച്ച വർഷം എന്നാണ്? 1925. ഇനി സേതു ലക്ഷ്മിബായിക്ക് ശേഷമുള്ള ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ് പഠിക്കണേ. തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? 1931 മുതൽ 1949 വരെയാണ്. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1936 നവംബർ 12. തിരുവിതാംകൂറിലെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ച വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ സർവകലാശാല, അതായത് ഇപ്പോഴത്തെ കേരള സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1937. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്ന്? 1943. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് തിരുവിതാംകൂർ, ട്രാവൻകൂർ അല്ല, തിരുവിതാംകൂർ സ്ഥാപിക്കപ്പെട്ട വർഷം 1945. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949 ജൂലൈ. നമുക്കറിയാം അല്ലെ, ആ തിരുക്കൊച്ചി സംയോജന സമയത്താണ് അല്ലെ കേരളത്തിൽ 5 ജില്ലകൾ നിലവിൽ വന്നത് അല്ലെ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ല അല്ലെ. തിരുക്കൊച്ചി നിലവിൽ വന്നപ്പോ ആദ്യത്തെ രാജപ്രമുഖനായിട്ട് നിയമിതനായത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്നെയാണ്. അടുത്ത സർ സി പി രാമസ്വാമി അയ്യരെ കുറിച്ച് പഠിച്ചാലോ? ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? നമ്മുടെ സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു. സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1936 മുതൽ 1947 വരെ. തിരുവിതാംകൂറിൽ FACT, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന സ്ഥാപനം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആരാണ്? സർ സി പി രാമസ്വാമി അയ്യരാണ്.
പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരാണ്? സർ സി പി രാമസ്വാമി അയ്യർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. സ്വതന്ത്ര തിരുവിതാംകൂർ, അതായത് അമേരിക്കൻ മോഡൽ കൺസോർട്ടിയം എന്ന വാദത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർ സി പി രാമസ്വാമി അയ്യർ. സർ സി പി രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ നയത്തിനെതിരെ നടന്ന ചരിത്ര പ്രസിദ്ധമായ ജനകീയ പ്രക്ഷോഭത്തിന് വിളിക്കുന്ന പേരെന്ത്? പുന്നപ്ര വയലാർ സമരം. ഇത് നടന്ന വർഷം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ് 1946 സർ സി പി രാമസ്വാമി അയ്യർക്ക് അമ്പലപ്പുഴ കെ സി മണിയുടെ വെട്ടേറ്റ വർഷം എന്നാണ് 1947. ഏത് സംഭവത്തെ തുടർന്നാണ് സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ സ്ഥാനം രാജിവെച്ച് തിരുവിതാംകൂർ വിട്ടത്? കെ സി മണിയുടെ വെട്ട് ഏറ്റതിനെ തുടർന്ന്. അടുത്ത കൊച്ചി രാജവംശവും ശക്തൻ തമ്പുരാനും. കൊച്ചി രാജവംശ ചരിത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൊച്ചി രാജവംശം ചരിത്രത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? പെരുമ്പടപ്പ് സ്വരൂപം. ആരാണ് ആധുനിക കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ നാമം എന്താ? രാമവർമ്മ 9. ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം ഏതാ? 1790 മുതൽ 1805 വരെ. തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവ് ആര്? ശക്തൻ തമ്പുരാൻ. സാമന്തന്മാരുടെയും മഠങ്ങളുടെയും അധികാരം ക്ഷയിപ്പിച്ച് ഭരണകൂടത്തിന് പൂർണ്ണാധിപത്യം നൽകിയ കൊച്ചി ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ. തൃശൂർ നഗരത്തെ കൊച്ചിയുടെ സാംസ്കാരിക തലസ്ഥാനമാക്കി മാറ്റിയ ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ. അടുത്ത കോഴിക്കോട് രാജവംശത്തിലേക്ക് പോവാണ്. കോഴിക്കോട് സാമൂതിരി രാജവംശം അറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏതാ? നെടിയിരിപ്പ് സ്വരൂപം. 1948 മെയ് 20 വാസ്കോഡഗാമ കാപ്പാടിൽ ഇറങ്ങുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി ആര്? മാനവിക്രമൻ സാമൂതിരി. വാസ്കോഡഗാമ കോഴിക്കോട്ടെ കാപ്പാട്ട് തീരത്ത് കപ്പലിറങ്ങിയ വർഷവും തീയതിയും 1948 മെയ് 20. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ സാമൂതിരിയുടെ നാവിക സേനാധിപന്മാർ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? കുഞ്ഞാലി മരക്കാർ. മാമാങ്കം ഉത്സവം നടന്നിരുന്നത് എവിടെയാണ്? തിരുനാവായ, മലപ്പുറം ജില്ല. തിരുനാവായയിൽ മാമാങ്കത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരി ആരാണ്? കോഴിക്കോട് സാമൂതിരി. മാമാങ്ക മഹോത്സവത്തിൽ സാമൂതിരി നിന്നിരുന്ന പ്രത്യേക തറ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? നിലപാട് തറ. അടുത്ത ചോദ്യം, മരുമക്കത്തായ ആക്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? സേതു ലക്ഷ്മിബായി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര്? സർ സി പി രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമായപ്പോൾ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുക്കൊച്ചി നിലവിൽ വന്നപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കൊച്ചി രാജവംശത്തിന്റെ ഭരണകേന്ദ്രങ്ങളിൽ നിന്നായ തൃശൂരിൽ തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ശക്തൻ തമ്പുരാൻ. രാമവർമ്മ 9, എ ബി എന്നിവ ശരിയാണ്. വീര കേരളവർമ്മ. ഈ ശക്തൻ തമ്പുരാന്റെ പേരല്ലേ മക്കളെ? രാമവർമ്മ 9. അപ്പൊ അതുകൊണ്ട് എയും പിയും എന്നിവ ശരിയാണ് കേട്ടോ. സാമൂതിരിയുടെ നാവിക സേന ആർക്കെതിരെയാ പ്രധാനമായും പോരാടിയേ? പോർച്ചുഗീസുകാർക്കെതിരെ. അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ, തിരുവിതാംകൂർ നടപ്പാക്കാൻ ശ്രമിച്ച ദിവാൻ രാമസ്വാമി അയ്യർ സി പി. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ കാലത്ത് തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ചർച്ച നടത്തിയ ഭരണാധികാരി ആരോടായിരുന്നു ചർച്ച നടത്തിയേ? സേതു ലക്ഷ്മിബായിയോട്. പെരുമ്പടപ്പ് സ്വരൂപം എന്നത് ഏത് പ്രദേശത്തെ രാജവംശമാണ്? കൊച്ചി. നെടിയിരുപ്പ് സ്വരൂപം എന്നത് ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോഴിക്കോട്. അപ്പൊ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചേട്ടാ. ക്ലിയർ ആവണില്ലേ നിങ്ങൾക്ക്? അല്ലെങ്കിൽ പറഞ്ഞു ചെയ്യുന്നത് മനസ്സിലാവണില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായം അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് നമുക്ക് കമന്റ് ബോക്സിൽ കാണുന്നതാണ് സന്തോഷം. നെഗറ്റീവ് അഭിപ്രായം ഉണ്ടെങ്കിൽ ടീച്ചർക്ക് അത് ശരിയാക്കാനും കൂടി പറ്റൂലോ. ഓക്കെ ട്ടാ.